അപ്പോൾ ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ. നമ്മൾ ആദ്യം പടം അനൗൺസ് ചെയ്ത സമയത്തൊക്കെ നല്ല എക്സ്പെക്ടേഷൻ ആണ്. കാരണം പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന പടം എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണല്ലോ. അപ്പൊ അത്രയും നമ്മൾ എന്തൊക്കെയാണ് ഭയങ്കര എക്സ്പെക്ടേഷൻ എന്ന സാധനം പറഞ്ഞത്. പിന്നീട് ഓരോ അപ്ഡേറ്റ്സും വന്ന് നമ്മൾ നമ്മുടെ എക്സ്പെക്ടേഷന്റെ ലെവൽ ഇങ്ങനെ മാറി ഒരു സംഭവം നമ്മൾ ഫിക്സ് ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് പിള്ളേരുടെ പടം വരെ നമ്മൾ എത്തിച്ചു. പിള്ളേർക്കുള്ള ഒരു 3D അങ്ങനെ സെറ്റപ്പിൽ നമ്മൾ കാണാൻ വന്നു. കണ്ടു കഴിഞ്ഞപ്പോ ഓക്കെ, ഒരു ആവറേജ് ഒരു സെറ്റപ്പ് തോന്നിയുള്ളൂ. അങ്ങനെ ഒരു ഫാന്റസി സംഭവമൊക്കെ തന്നെയാണ്, ഫാന്റസി ഫിക്ഷൻ സംഭവമൊക്കെ തന്നെയാണ്. എനിക്ക് പടം ഒട്ടും വർക്കായില്ല. മറ്റേ ഫുള്ളായിട്ടൊരു സ്റ്റേജ് ഡ്രാമ ആണ് സെറ്റപ്പ് ആയിരുന്നു. പടം അങ്ങനെ തന്നെയാണ് എടുത്തു വെച്ചാണ്. പക്ഷെ അത് എത്രത്തോളം നമുക്ക് വർക്കാവെന്ന് പറയാൻ പറ്റില്ല. അത് അങ്ങനെ തന്നെയായിരിക്കും ട്രീറ്റ് ചെയ്തേക്കണം പുള്ളി. കാരണം ഈ ബുഡാപെസ്റ്റ് നമ്മൾ പടമൊക്കെ ഇല്ലേ, ഭയങ്കര സ്റ്റേജ്ഡ് ആയിട്ടുള്ളൊരു ആ ഒരു സെറ്റപ്പ് പോലെ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടൊക്കെ എടുത്തേക്കണത്. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് തൊട്ടടുത്തൊരു പയ്യനിരിക്കണ്ടായി. അവന് ഈ 3D എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് അങ്ങനെ തെറിച്ചു വരുന്ന സ്ക്രീനിലേക്ക് ഇങ്ങനെ തെറിച്ചു വരുന്ന സംഭവങ്ങളൊന്നും ഒരുപാട് ചെയ്യാറില്ല. പക്ഷെ ഇതിൽ ഒരുപാട് അങ്ങനത്തെ സീൻ ഉണ്ട്. കാരണം പിള്ളേർക്ക് അത് കുറച്ച് രസമായിരിക്കും കാണുമ്പോൾ. അവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പിടിക്കാൻ പോണേ കാണിക്കണ്ടായി കൈയൊക്കെ ഇട്ട്. അപ്പൊ അത് കുറെ സീൻസ് ഉണ്ട് ഇങ്ങനെ തെറിച്ച് സ്ക്രീനിലേക്ക് വന്നത്. ഇപ്പൊ അങ്ങനെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ഒത്തിരി സ്റ്റാൻഡേർഡ് ആയിട്ട് ആ സെറ്റപ്പാണ് പിടിക്കാറ്. അത് കാണാൻ രസമുണ്ട്. പക്ഷെ എന്നാലും ഒരുപാട് അങ്ങനെ വരുമ്പോ നമുക്കത് കുറച്ച് ഇതായിട്ട് തോന്നും. പിള്ളേർക്കൊക്കെ രസമായിരിക്കും എന്ന് തോന്നുന്നു. പടം മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ട്രഷർ ആക്കണ ഒരു ഭൂതം, ആ ഒരു ബേസ് ആണ് പടം. ബേസിക്കലി അതിന്റെ തീം അത് ബേസ് ചെയ്ത് തന്നെയാണ് പടം മൊത്തത്തില്. ഏകദേശം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് എങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കും എന്നൊക്കെ നമുക്ക് അറിയാം. ഫസ്റ്റ് ഹാഫാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. അത്രയും സമയം ഉണ്ടായെങ്കിലും അതൊരു സെക്കൻഡ് ഹാഫിനേക്കാൾ കൂടുതൽ ലെങ്ത് ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് അത്ര തോന്നിയില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ അത് കുറച്ച് ഒരു മടുപ്പിക്കുന്ന രീതിയിലായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് മോഹൻലാൽ മാത്രമായിരിക്കും അതിൽ നമുക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ കുറെ കൂടി ലാസ്റ്റ് പ്രണവ് വരുന്നുണ്ട്. പ്രണവ് മോഹൻലാൽ ക്യാമിയോയ ഗസ്ട്രോൾ. മലയാളത്തിൽ തന്നെ ഫസ്റ്റ് രണ്ടാമത്തെ പടമാണെന്ന് തോന്നുന്നത്. ഫസ്റ്റ് മൈ ഡിയർ കുട്ടിച്ചാത്തനാണ്, അപ്പൊ രണ്ടാമത്തെ പടമാണിത്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഒരു എക്സ്പെരിമെന്റ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ പോയി കാണാം. അതിൽ കൂടുതൽ എന്താ പറയാ, അവര് പ്രൊമോട്ട് ചെയ്തോണ്ട് തന്നെ പിള്ളേരുടെ ഒരു സെറ്റപ്പാണ്. പിള്ളേർക്ക് കൂടുതൽ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കും. എനിക്ക് എന്തായാലും ഒട്ടും വർക്കായില്ല മൊത്തത്തില്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് സോങ്സ് ആണ്. സോങ്സ് ഒക്കെ നമുക്ക് കുറച്ച് ഭയങ്കര ബിലോ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ഇടയ്ക്ക് ഒരു സോങ് ഒക്കെ ആനിമേഷൻ പോലെ കാണിക്കുന്നുണ്ട്. അത് ആ ഒരു ഫ്ലാഷ് ബാക്കിന്റെ പോർഷനൊക്കെ കുറെ ആനിമേഷൻ പോലെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്, അതാണ് കുറച്ചുകൂടി എനിക്ക് നൈസായിട്ട് തോന്നിയത്. ഈ പ്രസന്റ് നടക്കണകായും കുറെ നൂറ്റാണ്ടുകൾ മുമ്പുള്ള ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അത് പോർച്ചുഗീസ് സംഭവങ്ങളൊക്കെ അത് കുറച്ചുകൂടി നൈസായിട്ട് തോന്നി. മൊത്തത്തിൽ ഡ്രാമാറ്റിക് ആണെങ്കിലും ബെറ്റർ അതായിട്ടാണ് തോന്നിയത്. ഇങ്ങനെ ട്രെയിലറായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പോയി കണ്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ വർക്കാവാൻ ചാൻസ് ഉണ്ട്. ആ ട്രെയിലറിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. ശരി, ഇപ്പൊ ഓക്കെ.